ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു സോയാ ചങ്ക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കാണുമ്പോൾ മാത്രമല്ല കഴിക്കുമ്പോഴും ഇത് ബീഫ് ആണോ എന്ന് വരെ നമുക്ക് സംശയം തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്, അതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ കൂടുതലും ഞാൻ നിങ്ങളെ പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാമിൻ്റെ ഒരു സോയാ ചങ്ക്സ് പാക്കറ്റിൻ്റെ ഒരു 3/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു കുക്കറിൽ ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഈ സോയാ ചങ്ക്സ് മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം എടുത്തിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് തണുത്ത വെള്ളത്തിൽ ഒരു 2-3 തവണ വെള്ളം മാറ്റി പിഴിഞ്ഞ് കളയണം. അപ്പോൾ മാത്രമേ അതിൻ്റെ ആ റോ ടേസ്റ്റ്, ഒരു പ്രത്യേകതര ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2-3 തവണ പിഴിഞ്ഞ് കളയുന്നത്. നമ്മളിതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പിഞ്ച് ഗരം മസാലയും കൂടെ ചേർക്കാം. അതോട് ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്ത് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട. ഉടനെ തന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പുരട്ടി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് നമ്മൾ ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനിയും നമ്മൾ സവാളയൊക്കെ വഴറ്റാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഈ ഇരുമ്പ് ചീനച്ചട്ടിയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം പീസ് ഇഞ്ചി, 1/4 സ്പൂൺ പെരുംജീരകം മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ധാരാളം കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ അത് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു 2 വലിയ സവാള അരിഞ്ഞത് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നു. അതിട്ട് വഴറ്റുക. നല്ല ബ്രൗൺ കളറായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന സ്പൂണിൻ്റെ അളവിലാണ് പൊടികളെല്ലാം ചേർത്തിരിക്കുന്നത്. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്, അതായത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ ഗരം മസാലപ്പൊടി ഞാൻ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഒരു ഗ്ലാസ്സോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. അടച്ച് വെച്ച് വെന്ത് കഴിയുമ്പോഴത്തേന് ഈ തക്കാളിയൊക്കെ കുഴഞ്ഞ് നല്ല ഒരു ഗ്രേവി ആയിട്ട് കിട്ടും. ഇനി ഇത് തുറന്നിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളക്കുക. ഞാനിതിൽ ഇത്തിരി വെള്ളം കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് ഇളക്കിയെടുത്താലും മതി. കുറച്ച് ഗ്രേവി പോലെ എടുക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു ഗ്രേവി വേണ്ട, ഒന്ന് ഡ്രൈ ഫ്രൈ പോലെ എടുത്താൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാനങ്ങനെ കുറച്ച് ഡ്രൈ ആക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൽ ഗ്രേവി ആയിട്ടും എടുക്കാം. പക്ഷേ ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ഒരു ബീഫിൻ്റെ ടേസ്റ്റിൽ എനിക്ക് തോന്നിയത്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. താങ്ക് യു. ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്തോളൂ.